നമസ്കാരം. ഒരു എം പി സ്ഥാനാർത്ഥിയായി തന്നെ പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരാളല്ല എന്നാണ് KPCC പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ഏറ്റെടുത്ത കെ സുധാകരൻ്റെ അഭിപ്രായം. എന്തായാലും സുധാകരൻ ഏതാണ്ടൊക്കെ തീരുമാനിച്ച ഉറച്ച മട്ടിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്നാണ് കെ സുധാകരൻ തൽക്കാലത്തേക്ക് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറിയുന്നത്. പ്രസിഡന്റിന്റെ ചുമതല MM ഹസനെ ഹൈക്കമാൻഡ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടികൾ തീരും വരെയാണ് ഹസന് ചുമതല എന്നായിരുന്നു നിയമന ഉത്തരവിൽ. തെരഞ്ഞെടുപ്പ് നടപടികൾ എന്നാൽ വോട്ടെണ്ണൽ കഴിയും വരെ എന്ന വ്യാഖ്യാനത്തിൽ ഹസൻ ചുമതലയിൽ തുടരുകയായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കിടയായി. സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി. ദുർബലരിൽ ദുർബലന്മാരായ കോൺഗ്രസ് നേതൃത്വം സുധാകരൻ്റെ വിരട്ടലിന് മുന്നിൽ പകച്ചുപോയോ അതോ മുട്ടുവളഞ്ഞതായിരിക്കുമോ? എന്തായാലും സുധാകരന് മുന്നിൽ അവർ വഴങ്ങി. ചുമതല കൈമാറിയില്ലെങ്കിൽ കടുത്ത പ്രതികരണങ്ങൾ നടത്തുമെന്ന സൂചന സുധാകരൻ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നാണ് കിട്ടുന്ന വിവരം. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനിടെ കേരളത്തിൽ അത്തരമൊരു അസ്വസ്ഥതയില്ലായ്മ വിലയിരുത്തിയ ഹൈക്കമാൻഡ് സുധാകരന് ബുധനാഴ്ച തന്നെ ചുമതല ഏറ്റെടുക്കാൻ അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലും ഹസനായിരുന്നു അധ്യക്ഷൻ. ജില്ലകളിൽ നടക്കേണ്ട വിശദമായ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഈ യോഗത്തിൽ താൻ തിരികെ പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികളായ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയോ സൂചന നൽകുമെന്നായിരുന്നു സുധാകരന്റെ പ്രതീക്ഷ. എന്നാൽ അതുണ്ടായില്ല. ഫലം വരും വരെ ഹസനാകും ചുമതല എന്ന നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിൽ സുധാകരൻ അതൃപ്തിയിലായി. പിന്നീട് സുധാകരൻ ശക്തമായ സമ്മർദ്ദമാണ് പ്രയോഗിച്ചത്. KPCCയുടെ തൽക്കാലത്തേക്കുള്ള അധ്യക്ഷനായിരുന്ന MM ഹസന്റെ സ്ഥാനം ഒഴിയാൻ വൈകിയത് പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് സ്ഥാനമേറ്റ സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എപ്പോൾ സ്ഥാനം ഒഴിഞ്ഞു പോകണമെന്ന് അവനവന് തന്നെ തീരുമാനിക്കാം. അതിൽ എല്ലാവർക്കും പാർട്ടിക്കകത്ത് സ്വാതന്ത്ര്യവുമുണ്ട്. അതിൽ തനിക്കൊരു പ്രയാസവുമില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഹസനെ വിളിച്ച് ചോദിക്കുകയും ചെയ്യും. ഹസൻ ചുമതല ഒഴിയാൻ വൈകിയത് എന്തായാലും പാർട്ടിയിലൊരു ചർച്ച നടത്തും. ഇതൊന്നും മാധ്യമങ്ങളോട് പറയേണ്ട വിഷയമല്ലെന്നും സുധാകരൻ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ MM ഹസൻ എത്താത്തതിലുള്ള നീരസവും സുധാകരൻ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്ന് താൻ കരുതുന്നുവെന്നും എന്നാൽ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകുമെന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം. മാറി നിന്നപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടന്നോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആരെ, എന്നെയോ? നിങ്ങൾക്കെന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? സ്ഥാനാർത്ഥിയാക്കി പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരാളല്ല താനെന്ന് എല്ലാവർക്കും അറിയാം എന്നായിരുന്നു സുധാകരന്റെ മറുപടി. സ്ഥാനാർത്ഥിയായപ്പോൾ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് ആലപ്പുഴയിൽ മത്സരിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ബാധകമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു സുധാകരന്റെ മറുപടി. മത്സരിക്കുന്നത് കൊണ്ടല്ല താൻ മാറിപ്പോയത്. KPCC അധ്യക്ഷനായ ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നതും അത് അല്ലാത്തൊരാൾ സ്ഥാനാർത്ഥിയാകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ അത് വെച്ചിട്ട് താരതമ്യം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് സുധാകരന്റെ മറുപടി. കേരളത്തിലെ മൊത്തം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥിത്വം നിരീക്ഷിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട ആളാണ് സുധാകരൻ തന്നെ സുധാകരനോട് പറയുന്നത്. തൻ്റേതൊരു പോസ്റ്റല്ല, വേണുഗോപാലിൻ്റേത് ഒരു പോസ്റ്റാണ്. മുഴുവൻ നോക്കേണ്ട കൂട്ടത്തിൽ കേരളം അദ്ദേഹത്തിന് നോക്കിയാൽ മതി. താൽക്കാലിക പ്രസിഡന്റായുള്ള MM ഹസന്റെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് പറഞ്ഞ സുധാകരൻ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ആളുകളെ തിരിച്ചെടുത്ത് പുനഃപരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സുധാകരൻ ഒരു തുറന്ന ഒരു പോരാട്ടത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിലുണ്ടാകാൻ പോകുന്ന വൻ പൊട്ടിത്തെറികളുടെ സൂചനയായിട്ട് വേണം സുധാകരന്റെ അഭിപ്രായ പ്രകടനങ്ങളെ നിരീക്ഷിക്കേണ്ടത്.